പ്രിയപ്പെട്ട കുട്ടികളെ, മൊഡ്യൂൾ 3-ലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഓഫ് ദ ജോബ് ട്രെയിനിങ്, വേരിയസ് ടൈപ്സ് ഓഫ് ദ ജോബ് ട്രെയിനിങ്, അതാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Now let us see the meaning of the job training. Under this method, a trainee has to leave his place of work and devote his entire time for training purpose. He does not contribute anything towards production during training. So this type of training may be arranged in the enterprise or may be acquired from specialized institutes imparting such training. So ഇവിടെ ഈ പറഞ്ഞ ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ ട്രെയിനിങ് ലഭിക്കേണ്ട, പരിശീലനം ലഭിക്കേണ്ട ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ എന്താ പറയുക തൊഴിലാളി അയാളുടെ വർക്ക് ചെയ്യുന്ന ജോലി സ്ഥലത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് അയാളുടെ മുഴുവൻ സമയവും പരിശീലനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിട്ട് ഇയാൾക്ക് നമ്മുടെ സ്ഥാപനത്തിന് ഒന്നും തന്നെ നൽകുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ഈ തരത്തിലുള്ള ട്രെയിനിങ് സാധാരണഗതിയിൽ വലിയ വലിയ ഓർഗനൈസേഷനൊക്കെ ആണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യും. അതല്ലെങ്കിൽ അവർ മറ്റ് പുറത്തുനിന്ന് പരിശീലകരെ അക്വയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ജനറലി ലാർജ് എന്റർപ്രൈസസ് may have separate training institutes or department, but small concerns cannot bear such cost. അതുകൊണ്ടാണ് ലാർജ് ഓർഗനൈസേഷനൊക്കെ അവർ they are in a position to set up their own department or training institutes, but small concerns are not in a position because of the cost. This is why small concerns are acquiring expert trainees from outside the organization, and the enterprises like Hindustan Liver, TISCO, ITC, Larsen and Turbo Limited, State Trading Corporation, Steel Authority of India, Vardhaman Textiles and KMML etc. have their own training institutes because they are large organizations with a large number of employees. And various types of the job training. We have lectures or classroom method, the conference method, seminar or team discussion, then programmed instructions. These are the important types of the job training. Now let us see one by one in detail. And number 1, lectures or classroom method. In lecture method, one person explains different aspects of a program. The technical or special information can be given in a simple way through lecture system. The audio-visual aid can be used to make the lecture simple and interesting to the trainees. And this method is advantageous when large number of trainees are to be trained at a time. ഇപ്പോൾ ഇവിടെ ലെക്ചർ മെത്തേഡിൽ ഒരാൾ എന്താ ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് ട്രെയിനീസിന് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ തന്നെ എന്താണോ ട്രെയിനീസിന് നൽകേണ്ടത്, അത് വെദർ ഇറ്റ് ഈസ് ടെക്നിക്കൽ ഓർ സ്പെഷ്യൽ, ആ ഇൻഫോർമേഷൻ വളരെ സിമ്പിൾ വേയിൽ ലെക്ചർ സിസ്റ്റത്തിലൂടെ കൊടുക്കുന്നു. അപ്പം ഈ ലെക്ചർ സിസ്റ്റം ഇൻ ഓർഡർ ടു മേക്ക് ദ ലെക്ചർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് കംഫർട്ടബിൾ ഫോർ ദ ട്രെയിനർ, the trainer uses audio visual aids. Means the audio visual aids can be used to make the lecture simple and interesting to the trainees. അതാണ് ഈ പറഞ്ഞ ഓഡിയോ വിഷ്വൽ ഒക്കെ ഇവിടെ യൂസ് ചെയ്യും എന്നുള്ളത്. ആൻഡ് ദിസ് മെത്തേഡ് ഇസ് വെരി അഡ്വാൻറ്റേജസ് വേർ ലാർജ് നമ്പർ ഓഫ് ട്രെയിനീസ് ആർ ടു ബി ട്രെയിൻഡ് അറ്റ് എ ടൈം. ഒരു സമയത്തിന് ഒരുപാട് ആൾക്കാരെ ട്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മെത്തേഡ് വളരെയധികം എഫക്റ്റീവാണ് എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ദ കോൺഫറൻസ് മെത്തേഡ്. A conference is a formal meeting conducted in accordance with an organized plan in which the organizers seek to develop knowledge and considerable participation of trainees. A subject matter is deliberated by the participants. The trainees explains the facts, principles or concepts and a discussion take place. സോ ഒരു വളരെ ഔദ്യോഗികമായിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരിക്കും ഇത്. ഇത്തരത്തിലുള്ളൊരു ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ളതായിരിക്കും. എന്താ ഇത് ഉദ്ദേശിക്കുന്നത്, ട്രെയിനീസിൻ്റെ നോളജ് ഡെവലപ്പ് ചെയ്യുക, അവരുടെ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ട്രെയിനിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതോടുകൂടി ഓർഗനൈസേഷനിലും അതേപോലെ കമ്പനിയിലും തന്നെ അവർ വളരെയധികം
ഇൻവോൾവ്ഡ് ആവുക എന്നുള്ളതൊക്കെയാണ്. ഇവിടെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് മാറ്റർ ദാറ്റ് റിലേറ്റഡ് വിത്ത് കമ്പനി ഓർ ഓർഗനൈസേഷൻ ഓർ ദാറ്റ് ഓർ ഇൻ അതർ വേ ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് എ പ്രോബ്ലം ആൻഡ് വാട്ട് ആക്ച്വലി ഹാപ്പനിങ് ദ ട്രെയിനീസ് ആർ എക്സ്പ്ലെയിനിങ് ദ ഫാക്ട്സ് പ്രിൻസിപ്പിൾസ് കോൺസെപ്റ്റ്സ് ആൻഡ് ഡിസ്കഷൻ ടേക്ക് പ്ലേസ്. ഇവിടെ അവർ അതിൻ്റെ എന്താ പറയുക തത്വങ്ങളും ഫാക്ട്സും ഫിഗേഴ്സും എല്ലാം തന്നെ അവർ മനസ്സിലാക്കിയതിന് ശേഷം അത് അല്ലെങ്കിൽ അവരത് വിവരിച്ചത് ചർച്ചയ്ക്ക് വെക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. Then the trainees, and after that the trainees pool their knowledge and try to find the solution to the problem. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന് ഈ ട്രെയിനീസ് എല്ലാവരും തന്നെ അവരുടെ നോളജ് പൂൾ ചെയ്തുകൊണ്ട് ഒരു സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഓർ ഡെവലപ്പ് ന്യൂ ഐഡിയാസ് ആസ് പെർ ദി ഇൻഫറൻസ് ഓഫ് ദി ഡിസ്കഷൻ. ആ ഡിസ്കഷനിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള എന്താ പറയുക ഔട്ട്കം എന്ന് പറയുന്നത് ഇറ്റ് മേ ബി എ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം ഓർ എ ന്യൂ ഐഡിയ. And this method is suitable for analyzing problems and issues and examining them from different viewpoints. ഇവിടെ ഈ മെത്തേഡ് പ്രകാരം ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഇഷ്യൂയെ വളരെ വളരെ വൈഡ് ആംഗിളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ വല്ല വ്യൂ പോയിന്റ്സിൽ നിന്നുകൊണ്ട് നമുക്ക് അനലൈസ് ചെയ്യാനും എക്സാമിൻ ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് സൗണ്ട് മെത്തേഡ് ഫോർ ഡെവലപ്മെന്റ് ഓഫ് കൺസെപ്ച്വൽ നോളജ് ആൻഡ് ഫൈൻഡിങ് സൊല്യൂഷൻ ടു എ സ്പെസിഫിക് പ്രോബ്ലം. അപ്പോൾ ഇതൊരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് ഒരു കൺസെപ്ച്വൽ ആയിട്ടുള്ള നോളജ് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഫൈൻഡിങ് സൊല്യൂഷൻ ഒരു പർട്ടിക്കുലർ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രോബ്ലത്തിന് എന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലം അല്ല, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയൊക്കെ ഈ കോൺഫറൻസ് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. Then third one is seminar or team discussion. In seminar method, the trainee may be asked to write papers on specific topic. But seminar methodൽ ട്രെയിനീസിനെ കൊണ്ട് ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് പേപ്പർ പ്രസന്റ് ചെയ്യാനായിട്ട് പറയും. The papers are read in the seminar and then a critical discussion is held where all the trainees participate. ഇവിടെ അതിനുശേഷം അവരൊരു പേപ്പർ പ്രസന്റ് ചെയ്തതിനു ശേഷം അത് ക്രിട്ടിക്കലായിട്ടുള്ള ഡിസ്കഷന് വേണ്ടി വെക്കുന്നു. അപ്പോൾ അവിടെ എല്ലാ പാർട്ടിസിപ്പൻസും ഉണ്ടാവും, ഒരു മീൻസ് ട്രെയിനി ആയിട്ടുള്ള എല്ലാ പാർട്ടിസിപ്പൻസും ഉണ്ടാവുന്നു. ദെൻ ദ ചെയർമാൻ ഓഫ് ദ സെഷൻ അല്ലെങ്കിൽ ദ ചെയർമാൻ ഓഫ് ദി സെമിനാർ വിൽ സം അപ്പ് ദ വ്യൂ എക്സ്പ്രസ്ഡ് ബൈ വേരിയസ് പാർട്ടിസിപ്പൻസ് ആൻഡ് ലേറ്റർ ക്ലിയർ ദെയർ ഡൗട്ട്സ് ഇഫ് എനി. അതിനുശേഷം അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യും എന്നുള്ളതാണ്. സോ ദിസ് കൈൻഡ് ഓഫ് ട്രെയിനിങ് ഈസ് ഹൈലി യൂസ്ഡ് ഇൻ അക്കാഡമിക് സൈഡ്. അക്കാഡമിക് ഹയർ എഡ്യൂക്കേഷൻ ലെവലിലൊക്കെ ഇത്തരത്തിലുള്ള ട്രെയിനിങ് വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. മറ്റൊരു രീതി സെമിനാറിലെ മറ്റൊരു രീതിയാണ് അനദർ മെത്തേഡ് യൂസ്ഡ് ഇൻ ദ സെമിനാർ മേ ബി ഡിസ്ട്രിബ്യൂട്ട് ദ മെറ്റീരിയൽ ടു ദ ട്രെയിനീസ് ഇൻ അഡ്വാൻസ് ആയിട്ട് മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇൻ അഡ്വാൻസ് ആൻഡ് ദെൻ ദേ കെയിം പ്രിപ്പയർഡ് ഫോർ ദി ഡിസ്കഷൻ ഓൺ ദി ടോപ്പിക് സർക്കുലേറ്റഡ്. അതിനുശേഷം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷന് വേണ്ടിയിട്ട് അവരെ പ്രിപ്പയർഡ് ആയിട്ട് വരിക എന്നുള്ളതാണ് മറ്റൊരു രീതി. And the seminar method of training helps to trainees in listening to various viewpoints. അപ്പോൾ ഇത്തരത്തിലുള്ള സെമിനാർ മെത്തേഡുകൾ ട്രെയിനിങ് ലഭിക്കേണ്ട ആൾക്കാർ അല്ലെങ്കിൽ ട്രെയിനീസിന് എത്തരത്തിലാണ് ഇത് സഹായകമാവുമെന്ന് ചോദിച്ചാൽ അവരുടെ പല ആൾക്കാരുടെയും പലതരത്തിലുള്ള വ്യൂ പോയിന്റ്സ് മനസ്സിലാക്കാനും അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡൗട്ട്സുകൾ ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ടൊക്കെ വളരെയധികം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ സെമിനാർ മെത്തേഡിൻ്റെ പ്രത്യേകത. ഇത് ഹയർ ലെവലിലേക്കുള്ള അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിൻ്റെ ഒക്കെ ഇതിലേക്കാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് ഈ സെമിനാർ മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട് ട്രെയിനിങ് അല്ലാതെ തന്നെ. ദെൻ ഫോർത്ത് വൺ ഈസ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ്. ഇൻ ദിസ് മെത്തേഡ് knowledge is imparted with the use of a textbook or a teaching machine. It involves breaking information down into meaningful units and then arranging these in a proper way to form a logical and sequential learning program or packages. So ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് ഇമ്പോർട്ടഡ് വിത്ത് യൂസ് ഓഫ് എ ടെക്സ്റ്റ് ബുക്ക് ഓർ എ ടീച്ചിങ് മെഷീൻ. ഒരു ടീച്ചിങ് മെഷീനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇൻഫോർമേഷനെ വളരെ എന്താ പറയുക മീനിങ് ഫുൾ ആയിട്ടുള്ള യൂണിറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക, ബ്രേക്കിംഗ് ഡൗൺ എന്നാ പറയുക. ആൻഡ് ഇൻ എ പ്രോപ്പർ വേ ഓർ ഇൻ എ പ്രോപ്പർ ഫോം ഓർ എ ലോജിക്കൽ ഫോം ആൻഡ് ലേണിംഗ് പ്രോഗ്രാം ഓർ പാക്കേജസ് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിലെ ഔട്ട്കം എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു എന്തായിരിക്കണം, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷനെ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് ഒരു ലേണിംഗ് പ്രോഗ്രാമിൽ ഒരു പാക്കേജൊക്കെ
ഡെവലപ്പ് ചെയ്യുക. അതാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ പ്രോഗ്രാം ഇൻവോൾവ്സ് പ്രസൻറ്റേഷൻ ഓഫ് ക്വസ്റ്റ്യൻസ്, ഫാക്ടേഴ്സ് ഓർ പ്രോബ്ലംസ് ടു ദി ട്രെയിനികൾക്കുള്ള പ്രോബ്ലംസ് എന്താണ്, അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് എന്ന്. ആൻഡ് ദ ട്രെയിനർ റിസീവ്സ് ഫീഡ്ബാക്ക് ഓർ ദി ആൻസേഴ്സ്. അപ്പം അതിനുശേഷം ട്രെയിനർ എന്താ പറയുക, ഈ പറഞ്ഞ ട്രെയിനീസിന് കയ്യിൽ നിന്ന് ഫീഡ്ബാക്കും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുമായിട്ട് ബന്ധപ്പെട്ട ആൻസേഴ്സ് ഒക്കെ മേടിക്കും എന്നുള്ളതാണ്. സോ ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ എന്താ കരിക്കുലമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള ഒരു ട്രെയിനിങ് ആണ് ഈ പറഞ്ഞ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്നൊക്കെ പറയുന്നത്. കരിക്കുലം ഡെവലപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സിലബസ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ട്രെയിനിങ് ആയിരിക്കും നമ്മുടെ ട്രെയിനീസിന് നൽകുക എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.